അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വനിത യമനിലെ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്തു കഴിയുന്ന ഒരവസരത്തിലാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളുടെയും ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിമിഷപ്രിയ എന്ന് പറയുന്ന കേരളത്തിലെ പാലക്കാട്ടുകാരിയാകുന്ന ആ സഹോദരി യമനിൽ ചെല്ലുകയും ജോലി ആവശ്യാർത്ഥം ചെന്ന് അവിടെ ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായി. അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്കോ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലും അതിന്റെ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നതും അറിയാൻ കഴിയുന്നതും ആ സഹോദരി യമനിലെ ഒരു പൗരനെ വധിച്ചിരിക്കുന്നു എന്നാണ്. യമനിലെ ഒരു പൗരനെ ആ സഹോദരി വധിച്ചു എന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിയുന്നത്. തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന ഒരു സഹോദരനെ, യമൻ പൗരനെ, ഈ സഹോദരി വധിച്ചത് കാരണമായിട്ട് പിടിക്കപ്പെടുകയും അത് കാരണമായിക്കൊണ്ടാണ് അവിടെ വധശിക്ഷയ്ക്ക് അവരെ വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞു. ജൂലൈ 15-ാം തീയതിയാണ് അവരുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച് കോടതി വിധി വന്നിരുന്നതെങ്കിലും ബഹുമാനപ്പെട്ട കേരളത്തിലെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാകുന്ന, ഇസ്ലാമിക പണ്ഡിതനാകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ ഉസ്താദ് അതിൽ ഇടപെടുകയും ആ വധത്തിന്റെ തീയതി നീട്ടിക്കൊടുക്കുകയും നീട്ടാൻ വേണ്ടി അപേക്ഷിക്കുകയും അതങ്ങനെ എന്നത്തേക്ക് എന്ന് തീരുമാനമാവാതെ ഒരു ദീർഘമായ ഒരു നീട്ടൽ, അല്ലെങ്കിൽ ഇന്ന് ഒരു ഡേറ്റ്, നിശ്ചിതമായ ഡേറ്റ് കാണാതെ ഒരു നീട്ടൽ സംഭവിക്കുകയും ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിമിഷപ്രിയയുടെ ഈ കൊല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇസ്ലാമികമായിക്കൊണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ശരീഅത്തിൽ ഒരു മനുഷ്യനെ മനഃപൂർവ്വം സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ ആയത്തിലൂടെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഒരാളുടെ പല്ല് ഒരാൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ പൊട്ടിച്ചവന്റെ പല്ലും പൊട്ടിക്കുക, കണ്ണ് പൊട്ടിച്ചാൽ കണ്ണ് പൊട്ടിക്കുക, ചെവി പൊട്ടിച്ചാൽ ചെവി പൊട്ടിക്കുക, കൈകൾക്ക് മുറിവ് നടത്തിയാൽ അതുപോലെ അവനെ തിരിച്ച് കിസാസ് എടുക്കുക എന്നതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു രാജ്യത്തിൽ താമസിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ ആ രാജ്യത്തിലുള്ള പൗരന്മാരും അതിലേക്ക് വരുന്ന വിദേശികളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ യമനിന്റെ നിയമങ്ങൾ പാലിക്കാൻ യമനിലുള്ള ആളുകളും, നമ്മളിൽ നിന്നൊരാൾ അങ്ങോട്ട് ചെന്നാൽ, വിദേശത്ത് നിന്നൊരാൾ അങ്ങോട്ട് ചെന്നാൽ അവരും അതിന് ബാധ്യസ്ഥരാണ്. അപ്പൊ ഇവിടെ ഇസ്ലാമിക ദൃഷ്ടിയിൽ കൊലക്ക് പകരം കൊലയാണ് നിയമം. എന്നാൽ വ്യഭിചാരം ചെയ്ത ഒരാളാണെങ്കിലോ, വ്യഭിചാരം ചെയ്ത ഒരാൾ, അയാൾ വിവാഹിതനാണെങ്കിൽ അയാളെ എറിഞ്ഞു കൊല്ലണം എന്ന് തന്നെയാണ് നിയമം. എറിഞ്ഞു കൊല്ലുകയാണ് അദ്ദേഹത്തെ വേണ്ടത്. വ്യഭിചാരം ചെയ്തത് വിവാഹിതനല്ലാത്ത അവിവാഹിതനായ ഒരാളാണ് ചെയ്തതെങ്കിൽ അവനെ 100 അടി അടിക്കണമെന്നും 100 അടി അടിച്ചുകൊണ്ടുള്ള ശിക്ഷ അവനെ നടപ്പാക്കണമെന്നുമാണ് ഇസ്ലാമിക നിയമം. ഇനി ഒരു മദ്യപാനിയെ സംബന്ധിച്ച്, ഒരു മയക്കുമരുന്ന് മദ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനും 100 അടിയാണ് ശിക്ഷ. അങ്ങനെ ഇസ്ലാമിക ദൃഷ്ടിയിൽ ഇസ്ലാമിന്റെ ശിക്ഷകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇത്തരം ശിക്ഷകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ കൊലപാതകം, മദ്യപാനം, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളൊന്നും മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇല്ല എന്ന് തന്നെ പറയാം. മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇല്ല എന്ന് തന്നെ പറയാം. കേവലം നിയമങ്ങളുടെ ദുർബല ഭാഗങ്ങളെ എടുത്തുകൊണ്ട് പലരും നിയമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട് എന്നത് ശരിയായിരിക്കാം. പക്ഷെ എന്നാലും നിയമങ്ങൾ അവിടെയെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് ഒരു കൊല നടത്തിയാൽ അവർക്ക് കൊലയാണ് ശിക്ഷ വിധിക്കുക. അത് വ്യക്തമായി തെളിയുമ്പോൾ പിന്നെ അതിൽ ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ അവർക്ക് ലഭിക്കുന്ന ഒരു ഇളവ് എന്ന് പറഞ്ഞാൽ, ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ അവർക്ക് മാപ്പ് നൽകണം. ഒരു മാനദണ്ഡവും പാലിക്കാതെ മാപ്പ് നൽകാം. അല്ല, ഇത്ര രൂപ, ഇത്ര സമ്പത്ത് ഞങ്ങൾക്ക് തരണം, എന്നാൽ ഞങ്ങൾ മാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്, അതിനാണ് ബ്ലഡ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുള്ളത്. ഇതുപോലെ തന്നെയാണ്
നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റഹീം എന്ന് പറയുന്ന ഒരു ആളുടെ വിഷയവും നമ്മൾ കേൾക്കുകയുണ്ടായി. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളും ഇതുപോലെ ഒരു കുട്ടിയെ, ഒരു വികലാംഗനായ അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ അകാരണമായിക്കൊണ്ട് ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു, കുട്ടി യാദൃശികമായി മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ്. അതാണ് നമ്മുടെ അറിയാൻ കഴിയുന്ന വാർത്തകൾ. യാദൃശികമായി ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അയാളെയും വധിക്കാൻ വേണ്ടിക്കൊണ്ട് അവിടെ വിധി വന്നു. പക്ഷെ അവിടെ വന്നത് ബ്ലഡ് മണി ചോദിച്ചു. 33-35 കോടി രൂപയോളം വേണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബോച്ചെ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും പണമെല്ലാം പിരിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മോചനം അനിശ്ചിതമായി തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിന്റെ വിധികൾ ആ നാട്ടിൽ എങ്ങനെയാണോ, ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ വിധികളാണ് അവിടെ പ്രാബല്യത്തിലുള്ളത്, നമുക്ക് അംഗീകരിക്കേണ്ടി വരിക. അതുകൊണ്ട് വിദേശ നാടുകളിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാട് പോലെ മറ്റ് കേസുകളിലോ മറ്റോ പെട്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് തടിയൂരി പോരാം എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. അതുകൊണ്ട് അവിടെ കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിടത്തോളം മനസ്സിലാകുന്നത്, ആ സ്ത്രീയുടെ കയ്യില് നിർഭാഗ്യകരമായിക്കൊണ്ട്, അതായത് അത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ചപ്പോൾ ഒരു തടയിൽ നടത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പലതരത്തിലുള്ള പീഡനങ്ങളും അവിടെ നിന്ന് അനുഭവിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം എന്താ വെച്ചാൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതാണ് എന്ന് പറഞ്ഞാൽ അത് കളവായി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ല ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് കാണാനും നല്ലത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും വിദേശങ്ങളിലുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോകുന്ന തൊട്ട് നമ്മയും അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.